ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വീട് പണിക്ക് ഒരുപാട് ബ്രിക്സ് ഉപയോഗിക്കാറുണ്ട്, ചെങ്കല്ല് മഡ് ബ്രിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വീട് പണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കട്ടയാണ് കളിമണ്ണിന് ഇതുപോലത്തെ ചുട്ടെടുത്ത ഹോളോ ബ്രിക്സ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫറോക്ക് ചെറുവണ്ണൂരുള്ള ശിവഗംഗ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള ബ്രിക്സ് ആണിത്. അപ്പോൾ ഇത് ഒറിജിനൽ കളിമണ്ണാണ്. ഇവിടെ ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ കളിമണ്ണുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പഴയ കാലത്തെ വലിയൊരു കമ്പനിയാണ്. പഴയ കാലത്ത് ഇഷ്ടിക ഓടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ ഓട്ട് കമ്പനികൾ ഈ ഒരു ഏരിയയിൽ, ഫറോക്ക് ഏരിയയിൽ ഒരുപാടുണ്ടായിരുന്നു, വലിയ വലിയ കമ്പനികളൊക്കെ. അതിലുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആ കമ്പനിയിൽ ഇതുപോലെ ചുട്ടെടുത്ത കട്ട ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇവിടുത്തെ ഈ ഒരു കട്ടൻ്റെ വിശേഷങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. രവിയേട്ടാ നമസ്കാരം. നമസ്കാരം. എല്ലാവരും വീട് പണിക്ക് ഉപയോഗിക്കണം. 25 കൊല്ലമായിട്ട് ഉപയോഗിക്കണം. ഫറോക്ക് ചെറുവണ്ണൂരിന്ന് ബേപ്പൂർ റോട്ടിൽ മധുര ബസാർ. അപ്പം നിങ്ങളെ ഫാദർ തുടങ്ങിയാണോ? അതെ അതെ. എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു? 45 വർഷം. 45 വർഷമായിട്ട് ഈ കളിമണ്ണുകൊണ്ട് ഈ കട്ട മാത്രം ഞാൻ ഉണ്ടാക്കുന്ന ഈ കട്ട ആദ്യം ഇഷ്ടികയും ഇത് തുടങ്ങിയിട്ട് 27 വർഷമായി. ഇഷ്ടികന്ന് മാറി ഈ കട്ടയ്ക്ക്. അപ്പൊ ഇതിലേക്ക് മാറാനുള്ള കാരണം കല്ലിനെക്കാട്ടും നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ പടവ് സിമെന്റ് കുറച്ച് മതി. നല്ല കൂളിംഗ് ഉണ്ടാവും വീട്ടിന്റെ ഉള്ളില്, നല്ല ഉറപ്പുണ്ടാവും. 1000 ഡിഗ്രി ചൂടിൽ വേവണം, തീ കത്തി വേവണം. അപ്പൊ ചൂള ഇവിടെ തന്നെയാണ്. ചൂള നേരെ മേലോട്ട്. ഈ ചൂളയൊക്കെ ഒന്ന് കാണണേ. അപ്പൊ ഇത് ഇങ്ങനെ അടിച്ചിട്ട് എത്ര ദിവസം ഇങ്ങനെ അട്ടിക്കും? ഇവിടെ വെക്കൂല. ഇതിപ്പോ ചൂളയിലേക്ക് കൊണ്ടുവെക്കാണ്ടി വെച്ചത്. എന്നാലും ഇവിടെ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ചൂളയിലേക്ക് വെക്കുള്ളൂ. ഇപ്പൊ ഉണങ്ങിയ സാധനമാണ് ഇത്. ഇത് 40 ഒരു ഹൈറ്റിൽ നിൽക്കണ സാധനം, അടി പൊട്ടൂല. അതായത് ഇത് ചൂള കേട്ടില്ല, പച്ചമണ്ണ, വെറും കളിമണ്ണാണ്. അതിന്റെ ഹൈറ്റ് ഉണ്ട്. 45 ഒരു ഹൈറ്റിൽ സ്റ്റോക്ക് ചെയ്താണ്. ഉണക്കാൻ വേണ്ടിട്ട് വെച്ചതാ. ഉണക്കാൻ വേണ്ടി വെച്ച മഴക്കാലത്ത് മാത്രം ഇങ്ങനെ വെക്കും. ഇവിടെ ഒരു ചൂടുണ്ടാവും. ചൂടുണ്ടാവും. അപ്പൊ ഈ നമ്മളിപ്പോ നിൽക്കണത് ചൂടിന്റെ മുകളിലാണ്. അടിയിൽ ചൂടുള്ള കത്തിക്കൊണ്ട് നിൽക്കാണ്. അതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കണത് കേട്ടോ. വിറക് ഇടുകയാണ്. വിറക് ചൂളയിലേക്ക് വിറക് ഇടുകയാണ്. ഇതിന്റെ അടിയിലൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കത്താണ്. അപ്പൊ അതിൽ ഈ ഹോട്ടലിലൂടെ അങ്ങനെ വിറക് കൂടെ വിറകിട അത് ഇങ്ങനെ കത്തിപ്പോയി അങ്ങോട്ട് കത്തിപ്പോവും. ഇത് ജർമ്മൻ ചൂളയാണ്. ജർമ്മൻ ചൂള 1000 ഡിഗ്രി ചൂടിൽ ഇത് വേവുള്ളൂ. അപ്പൊ അതടയ്ക്കും. അതടച്ച് പിന്നെ അടുത്തല് വിറകിടും. കേട്ടാ ഇവിടുന്ന് അതുവരെ കത്തുണ്ട്. 5 ദിവസം കൊണ്ട് അവിടെ എത്തും. 5 ദിവസം തുടർച്ചയായിട്ട് കത്തിക്കൊണ്ട് നിൽക്കും. കത്തി പോവുള്ളൂ. ഓരോ കട്ട വെന്തിട്ട് അങ്ങോട്ട് പോവുള്ളൂ അല്ലേ? ഇപ്പൊ തീ ഇവിടെ മാത്രമേ തീയുള്ളൂ. എത്തിയിട്ടുള്ളൂ. അതിലുണ്ട്, ഇതുവരെ എത്തിയിട്ടുള്ളൂ. അതുവരെ തീ എത്തിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെയാ പോവത്? അത് അങ്ങോട്ട് ആ ചിമ്മിണി വലിക്കുക ചെയ്യാം. ചിമ്മിണി ഇല്ലേ, ചുള്ളിന്റെ ചിമ്മിണി വലിക്കുക ചെയ്യാം. അത് തീ പാളിനുണ്ടല്ലോ. ഇങ്ങനെ കത്തുണ്ട്. അമ്പ അവിടെ നോക്കാൻ വയ്യട്ടോ, അത്രയും ചൂടാ. അത്രയും ചൂടാണ്. വലിയ വിറക്. ഇത് മാവിന്റെ വിറകാ? റബ്ബറോ? റബ്ബറിന്റെ വിറക് മാത്രമേ ഉപയോഗിക്കൂ. റബ്ബർ മാത്രമേ ഇടുള്ളൂ അല്ലേ? അപ്പൊ ഇവിടുത്തത് ചൂടായ അവിടെ വെന്ത് കഴിഞ്ഞാൽ അത് കളർ മാറും. ചോപ്പ് കളറാവും. പിന്നെ തീ ഇങ്ങനെ പോവും. അങ്ങനെ ലാസ്റ്റ് 5-ാമത്തെ ദിവസം നിൽക്കുക. കട്ട വെന്ത് കഴിയും. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ കളർ, ചോപ്പ് കളർ വരും. അപ്പൊ അവിടെ നിർത്തും. പിന്നെ തീ വിറകിടൂല. കട്ട വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീ കത്തൂല. പിന്നെ വേവാത്ത കട്ടയ്ക്ക് മണ്ണിനെ കത്തുള്ളൂ. കളിമണ്ണ് കത്തിക്കൊണ്ടാണ് തീ പോവുക. അത് തീ കഴിഞ്ഞതാ കണ്ടാ ക്യാമറ. അപ്പൊ ഇവിടെ നല്ല ചൂടാണ്. ഒക്കെ ചൂടാ. അവിടെ തീ കത്തി കഴിഞ്ഞാണ്. ഇതിന്റെ ഉള്ളിലാണ് സാധനം. അപ്പൊ ഇവിടേക്ക് ഇനി തീ അവിടേക്ക് അങ്ങോട്ട് തീ വരില്ല. ആ ചിമ്മിണി വലിച്ചെടുക്കുക. അവിടെ വലിയ ചിമ്മിനി കേട്ടോ. നമ്മൾ ഈ ഓട്ട് കമ്പനിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഓട്ട് കമ്പനി തന്നെയാണ്. ഓട്ട് കമ്പനി അതല്ലേ? ഓട്ട് കമ്പനിയാണ്. അപ്പൊ അതിലെ വലിയ ചൂള അവിടെ ആ അറ്റത്താണ് ചൂള അതിന്റെ ആ ഒരു ചിമ്മിനി വരുന്നത്. ആ ചിമ്മിനിയിലേക്ക് തീ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചെടുക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഈ കട്ട അങ്ങനെ മാറ്റിയിട്ട് ഇവിടെ വിറകിടും അല്ലേ? ഇതൊക്കെ വൈകുന്നേരം മാറ്റും. അങ്ങനെ അങ്ങോട്ട് പോകും. ഒരാഴ്ച ഇതിന്റെ കട്ട എടുക്കുള്ളൂ. അപ്പോഴേക്ക് ഇത് വെന്തിട്ട് ക്വാളിറ്റി ആവുള്ളൂ. ചൂളന്റെ ഉള്ളിൽ കിടക്കണം. കറക്റ്റ് വേവ്. അങ്ങനെ വേവ് നോക്കുക കറക്റ്റ്. അത് 1000 ഡിഗ്രി മീറ്റർ ഉണ്ട്. 1000 ഡിഗ്രി ചൂട് ഇതിൽ ആവുള്ളൂ. അപ്പൊ ആ കറക്റ്റ് ചൂടായാലേ അവിടെ നിർത്തും. 1000 ഡിഗ്രി കട്ട വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീ കത്തൂല. പിന്നെ തീ ഇങ്ങനെ വേവാത്ത മണ്ണിലേക്ക് തീ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ അതായത് ചൂട് കുറവുള്ളിലേക്ക് തീ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അതുവരെ പോയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതെ, കൺട്രോൾ ചെയ്യാനുള്ള ഇവിടെ ലാമ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എത്രത്തോളം തീ വേണം എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിന്റെ മുകളിലാണ് വരിക.
ഇതിപ്പോ നമ്മൾ ചവിട്ടിയാ പൊട്ടൊന്നുമില്ലല്ലോ. അയ്യോ ഒന്നും പൊട്ടൂല. ഇത് താത്തി പൊന്തിച്ച് ഇതിലാണ് തീ അഡ്ജസ്റ്റ്മെന്റ് കട്ട. അങ്ങനെ പൊന്തിക്കും ചെയ്യാം താത്തിയും ചെയ്യാം. അതായത് ഇതിലേക്ക് ഇങ്ങോട്ട് എയർ വരാൻ വേണ്ടിട്ട് എയറാണ് തീ വലിക്കുന്നത്. അതായത് ചിമ്മിനിയുടെ ഉള്ളിലേക്ക് എയർ പോകണം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടുതൽ എയർ വരും. പക്ഷെ അത് ലിമിറ്റിനെ പൊന്തിക്കുള്ളൂ. ഓവർ പൊന്തിച്ചാൽ കട്ട വേവൂല, മൊത്തം മുകളിലേക്ക് പോകും. രവേട്ട അവിടെ എത്ര പണിക്കാരുണ്ട്? ഇവിടെ 25 ആള്. 25 ആള് ഇപ്പൊ പണി ചെയ്യുന്നുണ്ടല്ലേ? മണ്ണിപ്പം ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നല്ലേ? നല്ല ക്വാളിറ്റി കമ്പിളി മണ്ണ് ബാംഗ്ലൂരേ കിട്ടുള്ളൂ അല്ലേ? നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ നല്ല മണ്ണില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന മണ്ണ്. ഇവിടുത്തെ മണ്ണ് ക്വാളിറ്റി ഇല്ല. അപ്പൊ വരുമ്പോ അതിന്റെ കോസ്റ്റ് ഇല്ലേ? അതെ, കോസ്റ്റ് വരും. ക്വാളിറ്റി സാധനം വിൽക്കും ചെയ്യാം. അപ്പൊ ഇവിടുന്ന് വേറെ കൊടുല്ലേ? തുടക്കം ഇവിടുന്നാണ് അല്ലേ? നിങ്ങളെ പേരെന്താ? അൻപഴകൻ. എത്ര വർഷമായി ഇവിടെ? 25 കൊല്ലായി. അത് ശരി. ചൂളന്റെ മുൻഭാഗത്താണ് ഇഷ്ടിക കൊണ്ടാണ് ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് താൽക്കാലിക ഡോറ് അല്ലേ? അവിടെ ഓപ്പൺ ആക്കും. അത് ഒന്നായിട്ട് അടച്ചതാണ്. അപ്പൊ അത് മുറിച്ചെടുത്തിട്ട് വെന്തതിന് ശേഷം കട്ടെടുക്കും. അപ്പോൾ ഇതാ നമ്മള് പഴയ ചൂളകള് ഞാനൊക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. കളിമണ്ണിന്റെ കളറാവണം. ഈ കളിമണ്ണിന്റെ ഈ ഒരു കളറാവണം. ആ കളറായിട്ട് ചൂളയ്ക്ക് വെക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് അടുത്ത ചൂളയ്ക്ക് കയറ്റാൻ വേണ്ടി റെഡ് ആയിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് അട്ടി വെച്ചിട്ടുണ്ട്. ഓരോ വാതിലിന്റെ നേരെയും അട്ടി വെച്ചിട്ടുണ്ട്. ഓരോ റൂമിലേക്ക് കണക്കാക്കിയ ഓരോ റൂമിലേക്ക്. രവിയേട്ട അപ്പൊ എത്ര കട്ട ഒരു റൂമിലേക്ക് പോകും? ഒരു റൂമിൽ 1200 കട്ട പോകും. ഇതിപ്പോ 1200 കട്ടയാ? അത് 700 രണ്ട് സൈഡിലായിട്ട് വെക്കും. 1200 കട്ട. അതായത് ഒരു റൂം എന്ന് പറയുമ്പോ ഈ ഡോറാണ്. ആ ഡോറ് അപ്പുറം രണ്ട് സൈഡ്. അപ്പൊ ഇത് ഇങ്ങോട്ട് തുറക്കും. തുറന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള ചൂടായിട്ടുള്ള സാധനം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഈ സാധനം അതിന്റെ ഉള്ളിലേക്ക് കയറ്റുക. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് ആ അറ്റത്തുനിന്ന് തീ കൊടുത്തിട്ട് ഒരാഴ്ചത്തോളം ഈ ചൂടങ്ങനെ കത്തിക്കൊണ്ടേ നീക്കൂട്ടോ. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു കട്ട ഉണ്ടാക്കുന്ന പരിപാടി. അപ്പൊ വെന്ത കട്ട, അതായത് നിങ്ങൾ ചൂളയിൽ നിന്ന് ഇറക്കിയ കട്ട, അതിപ്പോ ഒക്കെ പോയോ? അതിന് കുറച്ച് സാധനം ഉള്ളൂ. കുറച്ചുള്ളൂ അല്ലേ? നല്ല ഡിമാൻഡ് ആണല്ലേ? ബുക്കിംഗ് അല്ലേ? ബുക്ക് ചെയ്താലേ സാധനം കിട്ടുള്ളൂ അല്ലേ? ശരി. അപ്പൊ ഇതാണ് വെന്ത കട്ട. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ. നല്ല തിക്നെസ് വേണം അല്ലെ? അത്യാവശ്യം തിക്നെസ് വേണം, ഫിനിഷിംഗ് വേണം. നമ്മളിത് ഇതിന്റെ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് തേക്കാത്ത രീതിയിൽ ഈ കട്ട കൊണ്ടന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് എങ്ങനെയായിരുന്നു? 3 ക്വാളിറ്റി ഉണ്ട്. 14.76 ആണ് ഇത്. പിന്നെ ഇതിന്റെ അടുത്ത വലുത് 16.76. ഇത് 14.76. ഇതല്ല 6. അത് ഹൈറ്റ് 6. ഇതൊക്കെ പഴയ കാലത്തെ ഇഷ്ടികയാണ്. പണ്ടുകാലം ഭാവി ഇഷ്ടികയാണ്. അത്യാവശ്യം ലോഡ് ബെയറിംഗ് ഒക്കെ ഉള്ള നല്ലൊരു കട്ട തന്നെയാണ്. അപ്പോൾ ഇത് വീട് പണിക്ക് അതേ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് വയറിങ് ചെയ്യുമ്പോഴേ ഞങ്ങളൊക്കെ ഇതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചെയ്തിട്ടുണ്ട്. വയറിങ് ചെയ്യുന്ന സമയത്ത്, പൈപ്പ് ഇടുന്ന സമയത്ത് ഈ ഒരു ഹോൾസിലൂടെ, ഈ ഒരു നീളത്തിൽ പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഹോൾസിലൂടെ നേരെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി. അത് പെട്ടി പൊളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലൂടെ നേരെ ഉള്ളിലോട്ട് പൈപ്പ് കയറ്റി കൊടുത്തു, വയറിങ്ങിൻ്റെ പൈപ്പ്. പിന്നെ കുത്തനെ വരുന്ന ഭാഗം മാത്രമേ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. മറ്റേ നേരെ ഈ ഒരു ഹോൾസിലൂടെ കയറി പോകുന്നതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഈ 1, 2, 3, 4 ഈ 4 കാലുകളെ ഇങ്ങനെ വെച്ച് പടുക്കുന്ന സമയത്ത് 7 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ പടുക്കുന്ന സമയത്ത് ഈ ഒരു 4 കാലുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ 6 ഇഞ്ച് ചുമര് വരുന്ന ഭാഗം, 7 ഇഞ്ച് ഹൈറ്റ് വരുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 കാലാണ് ഉണ്ടാവുക തിരിച്ച് പടുക്കുന്ന സമയത്ത്. പിന്നെ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും സ്ട്രോങ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർണറിൽ വരുന്ന കട്ടുണ്ടല്ലോ, ചുമരിൻ്റെ മൂലക്കിൽ വരുന്ന കട്ടയിൽ കുറച്ച് സിമെൻറ്റ് നിറച്ചിട്ട്, കോൺക്രീറ്റ് ഒക്കെ നിറച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ 2 കട്ട മാത്രം അത് നിറച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയി. പിന്നെ ഒരു പില്ലർ പോലെ ആയി, അത് പില്ലർ പോലെ ഉറപ്പായി മാറി. ഈ കട്ട ഇങ്ങനെ കുത്തനെ വെച്ചതിന് ശേഷം അതിൽ സിമെൻറ്റ് നിറച്ച് വെച്ചാൽ മതി. കുറച്ച് കട്ടകളിൽ സിമെൻറ്റ് നിറച്ച് വെച്ചിട്ട് അത് മാത്രം കോർണറിൽ വെക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്, നല്ല കട്ടണം. അപ്പോൾ നമ്മൾ ചെങ്കല്ലൊക്കെ ഇപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കട്ടകളിലേക്ക് മഡ് ബ്രിക്കൊക്കെ ഇറങ്ങിയോണ്ട്, മഡ് ബ്രിക്കൊക്കെ ഒരുപാട് ആൾക്കാർ മഡ് ബ്രിക്ക് കൊണ്ടൊക്കെ വീട് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ വീട് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കട്ട തന്നെയാണ് ഈ ഒരു കട്ട. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചൂളക്കി വെച്ച കട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും കേട് വരില്ല എന്നുള്ളതാണ്. എത്ര പുരാതന കാലം മുതൽക്കുള്ള നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള ഈ പഴയകാല മൺപാത്രങ്ങളൊക്കെ ഇന്നും കേട് വരാതെ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഈ ചുട്ടെടുത്തുകൊണ്ടാണ് ആ ഒരു കേട് വരാത്തത്. മണ്ണിൽ ലയിച്ചു പോകുന്നില്ല, വേറെ കേടുകളൊന്നും ഇതിന് പറ്റുന്നില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നിൽക്കും ചുട്ടെടുത്ത കട്ടേൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാം. ചേച്ചിയെ ഇവിടെ എന്താ പേരെന്താ? മാരിയമ്മ. കുറേ കാലമായി ഇവിടെ? 20 കൊല്ലമായി അല്ലേ? 2 മണിക്ക് തുടങ്ങും. അപ്പോൾ 2 മണിക്ക് ആ മെഷീന് സ്റ്റാർട്ടാക്കും. അപ്പോൾ ഇവരിങ്ങനെ കുറച്ച് മണ്ണ് പാകാക്കിയിട്ട്
പിന്നെ മെഷീൻ സ്റ്റാർട്ടാക്കും. സ്റ്റാർട്ടാക്കിട്ട് മണ്ണും വെള്ളം ഉപയോഗിച്ച് കുഴക്കുക. വെള്ളം കുറച്ച് കുടഞ്ഞു കൊടുത്താൽ മതി. കുടഞ്ഞു കൊടുത്തിട്ട് മണ്ണ് കോരി സ്റ്റേജിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞ ശേഷം മെഷീന് ഓണാക്കിയിട്ട് കട്ട അങ്ങനെ വരും. ഈ മണ്ണ് കുഴക്കുന്നത് അവിടെ തന്നെ ആ മെഷീന്റെ അടുത്ത് തന്നെ. മെഷീന് നമ്മൾ പാകത്തിലൊക്കെ വെച്ചിട്ട് വിട്ടാൽ മതി. മെഷീന് കുഴച്ചോളൂ. കുഴച്ചിട്ട് പിന്നെ കട്ട അങ്ങനെ വരും. കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെക്കണം. ഇതൊക്കെ കുറെ മുന്നേ വെച്ചതായിരിക്കില്ല. ഇതൊക്കെ ഇപ്പൊ രണ്ടാഴ്ച ഇവിടെ വെക്കും. ഒരാഴ്ച വെട്ടി ചിക്കണം നിലത്ത് ചിക്കും. ചിക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടൈറ്റ് ആയ ശേഷം ഇങ്ങനെ അട്ടിയിടാം. ആദ്യം തന്നെ ഇങ്ങനെ അട്ടിയിടാൻ പറ്റൂല. ഇടാൻ പറ്റില്ല, പൊട്ടിപ്പോവും. പച്ചയില നിലത്ത് ചിക്കിയിടാ. പിന്നെ കുറച്ച് വലിഞ്ഞ ശേഷം എടുത്തിട്ട് ഇങ്ങനെ അട്ടി വെക്കാം. ഇതില് കുറച്ച് ടൈറ്റ് ആവും. പിന്നെ എടുത്തിട്ട് കൊണ്ട് പുറത്തേക്ക് വെക്കണം. പിന്നെ പുറത്ത് വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചിട്ട് ആ കളറ് വരും കട്ട. ഏത് കളർ? ആ കളറ് വരുമ്പോ എടുത്തുകൊണ്ട് ചൂളയിലെ വെക്കണം. ആഴ്ചയിൽ ഒരു ചൂള ഇറങ്ങും. ഏകദേശം എത്ര കട്ട ഉണ്ടാവും ഒരു ചൂളയില്? 6000 കട്ട പോകും. 6000 കട്ട അല്ലേ? അപ്പൊ ഒറ്റ ആഴ്ച കൊണ്ട് 6000 കട്ട വരും അല്ലേ? 6000 കട്ട ഉണക്കിട്ട് വരും. പിന്നെ വെട്ടിട്ട് ആവും. ഒരു ചൂളേന്റെ കട്ട ഇറങ്ങും ചെയ്യും. ആ ചൂള കട്ട കാലിയാവും. അപ്പൊ തന്നെ എടുക്കുമ്പോഴേക്കും അടുത്ത ചൂളക്ക് ഇതുമാതിരി കട്ട എടുത്തുകൊണ്ട് റെഡിയാക്കി വെക്കും. ഇപ്പൊ മറ്റന്നാളേക്ക് ചൂള തുറന്നിടും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ലോഡ് കയറ്റും. പിന്നെ അതേ വെള്ളി ശനിയില് ഇതേമാതിരി ചൂള തീയിട്ടിട്ട് പിന്നെ രണ്ടാമത്തെ ചൂളയിൽ വെക്കും. റെസ്റ്റ് ഇല്ല. നമ്മളാ ഞായറാഴ്ച ലീവ് ആക്കണം മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ലീവ് ആക്കും. ബാക്കി ദിവസം ലീവില്ല. നമ്മളാ സുഖമില്ലെങ്കിൽ ലീവ് ആക്കാം. അപ്പൊ വെട്ടാ ഉപയോഗിക്കുന്ന നൂലാണല്ലത്? അതെ, സ്റ്റീലിന്റെ കമ്പിയാണ്. കമ്പി. നൂലല്ല, സ്റ്റീലിന്റെ ഒരു കമ്പിയാണ്. ഇത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട വരുമ്പോ അതുകൊണ്ട് വെട്ടിയെടുക്കും അല്ലേ? ഇത് കട്ട എങ്ങനെ കേരളം എല്ലായിടത്തും ഡെലിവറി? കേരളം, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റ് എല്ലായിടത്തും ഇവിടുന്ന് അയച്ചു കൊടുക്കും അല്ലേ? അപ്പൊ ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ വരുന്നത്? ഒരു പീസിന് 55 രൂപ. 55 രൂപ. ഫസ്റ്റ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം. സെക്കൻഡ് 45. നമ്മളെ ഈ പോറോത്തോൺ ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രിക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അത് ആ ഒരു ക്വാളിറ്റി ഉള്ള അതിനെക്കാട്ടും എഡ്ജ് തിക്നെസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന് എഡ്ജ് തിക്നെസ് ഇല്ല. അതിന് 100-104 രൂപയ്ക്കാണ് ഇവിടെ എത്തുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കട്ട എന്നാ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ കട്ട എടുക്കുന്ന സമയത്ത് നല്ല കമ്പനിയിൽ നിന്ന് പോയിട്ട് എടുക്കുക. ഫറോക്കിൽ ഉണ്ടാക്കുന്ന ക്വാളിറ്റി വേറെ. ഫറോക്ക് അതുപോലെ പാറക്കടവ് ഫറോക്കാണ് ഏറ്റവും ഇതല്ലേ? അപ്പൊ അത് നല്ലൊരു ക്വാളിറ്റി ഉള്ള കട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട ആവശ്യമുള്ളവർ വിളിക്കുക, നമ്പർ ഞാൻ വെക്കാം. ഓക്കെ, പോട്ടെ ഞങ്ങൾ. ഓക്കെ.